Hi friends, welcome back. I am Vaishakh Manohar. In this video, we will mobile phone camera use this light painting photography very easy to do. This light painting photography is very creative, interesting, and challenging photography. This video is light painting photography is low light, night time. That's why I this video shoot. So, I will simple light painting photography. That's different, creative light painting photography. Try ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ആദ്യം തന്നെ ലൈറ്റ് പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം വരുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം ട്രൈപോഡ് ആണ്. കാരണം നമ്മളിവിടെ ലോങ് എക്സ്പോഷർ ഷോട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഷേക്ക് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രൈപോഡ് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രൈപോഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫോൺ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് ഷേക്ക് ഒന്നും വരാത്ത രീതിയിൽ ഫോട്ടോ എടുക്കുക. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് പെയിന്റിംഗ് ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് സോഴ്സ് ആണ് വേണ്ടത്. സോ ഇതിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോർച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രാക്കേഴ്സ് അതായത് കമ്പിത്തിരികളൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ലൈറ്റ് പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് എന്തൊക്കെ സെറ്റിംഗ്സ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് Redmi Note 7 Pro മൊബൈൽ ഫോണാണ്. സോ ഇവിടെ ക്യാമറ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് പ്രോ മോഡ് സെലക്ട് ചെയ്യാം. പല ഫോണിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ചിലതിൽ പ്രോ മോഡ് ആയിരിക്കാം, ചിലതിൽ എക്സ്പേർട്ട് മോഡ് ആയിരിക്കാം, ചിലതിൽ മാനുവൽ മോഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൺട്രോൾ ഫംഗ്ഷൻസ് കാണാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഞാനിവിടെ ആദ്യം വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. സോ വൈറ്റ് ബാലൻസ് ഞാൻ ഓട്ടോ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കളർ ടോൺ ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വൈറ്റ് ബാലൻസ് വാല്യൂ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ വൈറ്റ് ബാലൻസ് ഓട്ടോയാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് മാനുവൽ ഫോക്കസ് സെറ്റ് ചെയ്യാം. സോ ഫോക്കസിങ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റി ആണ് സെറ്റ് ചെയ്യുന്നത്, അതായത് ലാൻഡ്സ്കേപ്പ് മോഡാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഏരിയ നമുക്ക് ഫോക്കസിൽ കിട്ടണം. അതിനാണ് ഫോക്കസിങ് ഇൻഫിനിറ്റി സെറ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് ഷട്ടർ സ്പീഡാണ്. അപ്പോൾ ഞാൻ ഷട്ടർ സ്പീഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൽ ഞാനിപ്പം തൽക്കാലത്തേക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷട്ടർ സ്പീഡ് 8 സെക്കൻഡ്സ് സെറ്റ് ചെയ്യാം. സോ 8 സെക്കൻഡ് ഷട്ടർ സ്പീഡ് ഞാൻ സെറ്റ് ചെയ്യുവാണ്. അടുത്തത് ISO സെറ്റ് ചെയ്യാം. സോ ISO ഞാൻ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മിനിമം വാല്യൂ, അതായത് 100 ആണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ലോങ് എക്സ്പോഷർ ഷോട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ISO ഏറ്റവും ലോ സെറ്റ് ചെയ്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ടൈമറാണ്. സോ ടൈമർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ്സ് ടൈമർ സെറ്റ് ചെയ്യുവാണ്. കാരണം നമ്മളൊരു ലോങ് എക്സ്പോഷർ ഷോട്ട് എടുക്കുന്നതുകൊണ്ട് ഷേക്ക് ഒന്നും വരാതിരിക്കാനായിട്ടാണ് ടൈമർ സെറ്റ് ചെയ്യേണ്ടത്. സോ ടൈമർ സെറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സോ ഇത്രയാണ് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിംഗ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് പെയിന്റിംഗ് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Redmi Note 7 Pro മൊബൈൽ ഫോണാണ്. ക്യാമറയിലെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് 8 സെക്കൻഡ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഞാൻ ട്രൈപോഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ടാണ് എന്നെ കാണാത്തത്. അപ്പോൾ നമുക്കിനി സർക്കുലർ പാറ്റേണിൽ ജസ്റ്റ് ഒന്ന് ഫോൺ മൂവ് ചെയ്ത് നോക്കാം. ഇനി 8 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു ഫോട്ടോയാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. നമുക്കിനി മൊബൈൽ ഫോണിൽ ഫോട്ടോ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഫോട്ടോ. സോ 8 സെക്കൻഡ്സ് എടുത്ത് ക്യാപ്ചർ ചെയ്ത ഒരു ലൈറ്റ് പെയിൻറ്റിംഗ് ഫോട്ടോഗ്രാഫാണിത്. അടുത്തത് നമുക്ക് വേറൊരു ലൈറ്റ് പെയിൻറ്റിംഗ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഷട്ടർ സ്പീഡ് 8 സെക്കൻഡ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊബൈൽ ഫോണിൽ ഞാൻ പെയിൻറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു റെഡ് ലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പം 8 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറയിൽ എന്താണ് ഫോട്ടോ വന്നിരിക്കുന്നതെന്ന് ഇപ്പം ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമുക്ക് കിട്ടിയ ഫോട്ടോ. സോ ഞാനൊരു ലവിൻ്റെ സിമ്പിളാണ് വരച്ചത്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ 2 കൂട്ടുകാരും കൂടെ കൂടിയിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഫോൺ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. സോ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം ഒരു വേറെ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രോ മോഡ് സെലക്ട് ചെയ്യാം. പ്രോ മോഡ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഷട്ടർ സ്പീഡ് 15 സെക്കൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 8 സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾ ഷട്ടർ സ്പീഡ് സെലക്ട് ചെയ്യുക. അതായത് 4 സെക്കൻഡ് തൊട്ട് അതിന് മുകളിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ക്യാപ്ചർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. സോ ക്യാമറ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് 15 സെക്കൻഡാണ് നമ്മുടെ കൺസെപ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള 2 ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 സെക്കൻഡിനുള്ളിൽ നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ ഇതിൽ മോഡലായിട്ട് നിൽക്കുന്ന ആൾ 15 സെക്കൻഡ് അനങ്ങാതെ നിൽക്കുകയും വേണം. അപ്പോൾ ഇപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞു. നമുക്കിനി കിട്ടിയ ഫോട്ടോ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഫോട്ടോ. നമുക്കിനി ഈ സെയിം കൺസെപ്റ്റിൽ തന്നെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് വേറൊരു ഫോട്ടോയും കൂടെ എടുത്ത് നോക്കാം.
സോ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ ഫോൺ ക്യാമറ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ലൈറ്റ് പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. ഇനി അവസാനം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.